കടലിൽ തിരകൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു പോകുന്നത് പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ഏറി വരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി. ചിലപ്പോൾ വലിയ കാറ്റടിച്ച് വലിയ തിരകൾ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാം. അത് പടകിനോട് ആഞ്ഞടിച്ച് പടകിൽ വെള്ളം കയറി പടക് മുങ്ങുമോ എന്നൊരാശങ്ക ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യരോട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ പടകിലേക്ക് ഇങ്ങനെ കാറ്റും തിരയൊക്കെ ഉയർന്നു വന്നു. പടകിൽ വെള്ളം കയറി. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച ഭയാനകമാണ്. എന്നാൽ അത് കാണുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിനെന്നാണ് തിരുവചനം പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തിര നോക്കാനല്ല, കാറ്റ് കാണാനല്ല, വെള്ളം കയറിയിരിക്കുന്നത് കാണാനല്ല, യേശുവിനെ നോക്കാനാണ് ഇന്ന് പകൽ ദൈവം ആലോചന പറയുന്നത്. യേശു പടകിന്റെ അമരത്തുണ്ട്. അന്ന് അവർ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെയുണ്ട്. ഇപ്പോൾ ഇതാ, നിങ്ങൾ യേശുവിനെ എപ്പോൾ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു അന്നു മുതൽ ഈ നിമിഷം വരെ, ഇനി അങ്ങോട്ട് ലോകാവസാനത്തോളം നിങ്ങളുടെ നായകനായി നിങ്ങളുടെ പടകിൽ ജീവിതത്തിൽ യേശുണ്ട്, അമരക്കാരനായുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ കടലിൽ യേശു മുങ്ങി താഴുമെന്നോ? ആ തിരകൾക്ക് അവനെ മുക്കുവാൻ ശക്തിയുണ്ടോ? അവൻ സൃഷ്ടികർത്താവായ ദൈവമാണ്. സകല സൃഷ്ടികളും അവന്റെ മുൻപിൽ വണങ്ങി നമസ്കരിക്കുകയാണ്. അവൻ പരമാധികാരിയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ അവൻ നിന്റെ അമരക്കാരനാണ്. നിന്റെ ജീവിതം തകരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നെവർ, ഒരിക്കലുമില്ല. നിന്റെ അമരക്കാരൻ യേശുവാണ്. യേശു ക്രിസ്തു പരമാധികാരിയാണ്. നിങ്ങൾ കടലിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ചെറിയ ചെറിയ തിരകൾ പാദത്തോളം എത്തുമ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കുഞ്ഞുങ്ങൾ പോലും പേടിക്കാറില്ല. മുട്ടോളം എത്തിയാൽ പേടിക്കുമോ? ഇല്ല. അരയോളം എത്തിയാലും പേടിക്കില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ മുക്കിക്കളയത്തക്കവണ്ണമൊന്നും തിര ഉയർന്നിട്ടില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് തിരുവചനം ധ്യാനിച്ചു നോക്ക്. നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഓരോരുത്തരെയും തല ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എല്ലാ വാഴ്ചകൾക്കും മുകളിൽ ഇരുന്ന് വാഴുകയാണ്. തിര വന്നിരിക്കുന്നത് പാദത്തിലാണ്, തല സ്വർഗത്തിലാണ്. തലയ്ക്ക് മുകളിൽ തിര വരുമ്പോഴല്ലേ നാം ഭയപ്പെടുന്നത്. തലയ്ക്ക് മുകളിൽ തിര വരികയില്ല. യേശു ക്രിസ്തു മഹിമയുടെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും മുകളിൽ കർത്തൃത്വങ്ങളെ, വാഴ്ചകളെ, സിംഹാസനങ്ങളെ, അധികാരങ്ങളൊക്കെ വാഴുന്ന ഈ പകൽ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന തിര നിന്റെ പാദത്തോളമേ എത്തിയിട്ടുള്ളൂ. നിന്നെ മുക്കാനുള്ള ശക്തിയില്ലാതിന് ഈ കാഴ്ചയും കൂടെ കാണണം. തിര ഉയരുന്നത് മാത്രമല്ല, അമരക്കാരനെ ഒന്ന് കാണണം. യേശു വാഴ്ച നടത്തുന്ന കാഴ്ച കൂടി ഒന്ന് കണ്ട് ശാന്തമാക. നീ വിശ്വസിക്കുന്ന ഈ പകൽ, നീ ദൂതേറ്റെടുക്കുന്ന ഈ പകൽ, യേശു എൻ്റെ തലയാണെങ്കിൽ
ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് പകൽ എൻ്റെ യേശുവിനെ മുക്കുവാൻ ഈ തിരക്ക് കഴിയില്ലെന്ന് നീ പ്രഖ്യാപിക്കുന്ന നിമിഷം യേശു അതിനെ ശാസിക്കും. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് യേശു കൽപ്പിക്കും. നീ വിശ്വസിക്കുന്ന നിമിഷം ദൈവവചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.